നമസ്കാരം. താളത്തിന്റെയും മേളത്തിന്റെയും റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ അഭിനയ രത്നം ശ്വേത മേനോൻ. ഞാൻ പോയിട്ടില്ലല്ലോ. ശ്വേതാജി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആൻഡ് യു ആർ ലുക്കിംഗ് വെരി ഗോർജസ്. എന്താണ് ഈ ബ്യൂട്ടി സീക്രറ്റ്? കാരണം ഒരു മിസ് ഇന്ത്യ ആയിരുന്നു, പിന്നെ ഇപ്പൊ ഈ ഒരു കരിയർ ചൂസ് ചെയ്തു. അപ്പൊ എങ്ങനെയൊക്കെയാണ് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബേസിക്കലി വെളിച്ചെണ്ണ കഴിക്കും, വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യും. പിന്നെ അമ്മ ഹാർഡ് കോർ കോക്കനട്ട് ഓയിലിന്റെ ഫാനാണ്. നാളികേരം ഇട്ടിട്ട് തന്നെയാണ് മിക്ക വിഭവങ്ങളും ഉണ്ടാക്കുക. പിന്നെ കൊപ്രയോ തിന്നാറുണ്ട്. പശുവിന് കൊടുക്കുന്നല്ലേ? അപ്പൊ ഞാനൊരു പശു തന്നെയാണ്. കൊപ്ര കഴിക്കാൻ കൊപ്ര എനിക്ക് ഭയങ്കര കൊപ്ര കഴിക്കുമ്പോ നമുക്ക് നമ്മളുടെ ഒരു മസാജാണ്. എവിടെ? മസാജ് ബിക്കോസ് നന്നായി ചവക്കണ്ടേ. ഓക്കേ, ഫൈൻ. അപ്പൊ അതായത് ഇങ്ങനെ കടിച്ചിട്ട് പല്ലിനും ഗംസിനും ഫേഷ്യൽ മസിലിനും. ഓ, നേരത്തെ പറഞ്ഞു വിടായിരുന്നു. ഇപ്പോഴാണ് കൊപ്രയൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കാര്യമാണ്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറെ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മിക്ക ഡയറ്റ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എൻ്റെ അമ്മൂമ്മ അല്ലാതെ മുത്തശ്ശിമാര് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ്. ഞാൻ ഭയങ്കര ഓർഗാനിക് ആയിട്ടുണ്ട്. ആൻഡ് കൊപ്ര ഇൻസൈഡ് ഔട്ട്സൈഡ്. ആൻഡ് വെജിറ്റേറിയൻ ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഐ എം എ ഫിഷേറിയൻ. ഓക്കേ. ആൻഡ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ശ്വേത മേനൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കുമല്ലോ? ഞാൻ ബോൾഡ് അല്ല. ഞാൻ ബേസിക്കലി ബിക്കോസ് എന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ഒരു ഹൈറ്റ് അപ്പൊ ബോൾഡ് ആയ ആൾക്കാർക്ക് തോന്നുന്നതാണ്. പക്ഷെ യൂഷ്വലി ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു മിക്ക ടൈമും എനിക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പേരൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അഡ്വൈസ് എന്തായിരുന്നു? മോൾ എങ്ങനെ ആവണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അങ്ങനെയൊന്നും എന്നോട് എനിക്ക് ഒരു ഇങ്ങനെ ആവണം അല്ലാതെ ഇത് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു വ്യക്തി ആവണം, നല്ലൊരു മനുഷ്യനാവണം, നമ്മൾ വലിയൊരു അച്ഛനമ്മയും അല്ലാതെ നമ്മൾ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ബഹുമാനിക്കുക. ബട്ട് നോ മീൻസ് ഇക്വാലിറ്റി ആയിട്ട് തന്നെയാണ് വളർത്തിയത്. ഞാൻ ഒറ്റ കുഞ്ഞാണെങ്കിലും ഒരു ആൺ തുണയോ അല്ലാതെ ഒരു പെണ്ണ് പോലെ തന്നെയാണ് എന്നെ വളർത്തിയത്. എനിക്ക് അങ്ങനെ ഐ തിങ്ക് ഐ ഹാഡ് ഓൾ ദ ഫ്രീഡം. ശ്വേത ചേച്ചി ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, അതായത് നോക്കുമ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗവുമാണ്, എന്നാൽ നല്ല ഒരു ആർട്ട് മൂവിയുടെ ഭാഗവുമാണ്. ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ ഡെലിബറേറ്റ്ലി അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നതാണോ അത് വരുന്ന ക്യാരക്ടേഴ്സ്? സത്യം പറയാ, ആക്ട്രസ് അല്ലേ, നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ. വളരെ ശരിയാണ്. പിന്നെ കംഫർട്ട്, ഞാൻ പറഞ്ഞില്ലേ, പാമ്പറിംഗ് വളരെ ഇമ്പോർട്ടന്റ്. കംഫർട്ട്, ടീം, ഡയറക്ടറിന്റെ ഇപ്പൊ ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ കൺവിക്ഷൻ ആണ്, ബിക്കോസ് അവരുടെ കുഞ്ഞാണ്, അവരുടെ ബേബിയാണ്, അവരാണ് നമ്മുടെ ഡയറക്ടർ. അപ്പൊ അവർക്ക് എങ്ങനെ ആ സബ്ജക്റ്റിനെ എങ്ങനെ നയിക്കാൻ പറ്റും, അത് ചിലപ്പോൾ നമുക്ക് പ്ലസ് ഫെയിലിയർ ആൻഡ് ഹിറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ ഒരു കൺവിക്ഷൻ, കോൺഫിഡൻ്റ്ലി ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു എനിക്ക് ഇത് ചെയ്യണം, ആ കോൺഫിഡൻറ്റിലാണ് ഞാൻ ഒരു സിനിമ സൈൻ ചെയ്യുക. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് ദുഡ്ഡു ബേക്കു. അതും ഒരു വലിയ കാര്യമാണല്ലോ. ഓൺലി കാര്യം. ലോക്ക്ഡൌണിന് ശേഷം നമുക്ക് ഇനിയിപ്പോ ഒരു പെർഫോമൻസിലൂടെ ഒരു ലവ് ഒരാൾ തരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ശ്വേതാജിയുടെ വലിയൊരു ഫാനാണ്. സോ ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ആരാണെന്ന് നമുക്ക് ചെറിയൊരു വിഷ്വൽ നമ്മൾ റെഡിയാക്കിയിട്ട് അതൊന്ന് കാണാം. ഓക്കെ. ഹായ്, എൻ്റെ പേര് ആഞ്ചല MS. ഞാൻ ട്രിവാൻഡ്രം പരിശീലിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജ് അടൂരിലാണ് പഠിക്കുന്നത്. പാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രംസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഡ്രംസ് തന്നെയാണ്. എൻ്റെ ഫാമിലി, പപ്പ പേര് മരമാരി ശശി, കഴിഞ്ഞ 35 വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അമ്മ പേര് ഗീത, ഹൗസ് വൈഫാണ്. ചേട്ടൻ ആരോൺ, ഫൈനൽ ഇയർ ഫിസിയോതെറാപ്പിസ്റ്റാണ്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, തരത്തുകൾ നനയാം നീരാടിയാം
പാടും നിറസന്ധ്യയിൽ. ഞാനൊരു കലാകാരനുണ്ട്, നമുക്കൊരു കലാബോധം ഉള്ളിലുണ്ട്, അതുകൊണ്ട് പറയുന്ന സാധനം പെട്ടെന്ന് മനസ്സിലാവും. 10ാം ക്ലാസ്സിൽ വെച്ച് ഡ്രം വായിച്ച ആ വർഷം തന്നെ സ്റ്റേറ്റ് ഫസ്റ്റ് ഗാനമേളയ്ക്ക് കിട്ടിയായിരുന്നു. നമുക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എനിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവതിയാണ്. റെഡ് കാർപ്പറ്റിൽ ദാ ഇന്ന് ഈ ഒരു സെറ്റിനെ കുറെ കൂടി എനർജറ്റിക് ആക്കാൻ വരുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ശിവമണി സാറിന്റെ ഒക്കെ പാത പിന്തുടരാൻ പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ബിക്കോസ് ബോഡി ലാംഗ്വേജും ആൻഡ് പ്ലേയിങ് ബോഡി ഭയങ്കര വൈബ്രന്റ്, അതെ, ഫേസ് ക്യൂട്ടായി ശാന്തം. So let's see. So let's invite Angela. Hi Angela, welcome to the show. Hi Angela. ആഞ്ചല എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പ്രസന്റ്ലി സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് മൗണ്ട് നഴ്സിംഗ് കോളേജ് അടൂർ പത്തനംതിട്ടയിൽ. സെക്കൻഡ് ഇയർ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സസും നഴ്സിംഗും? ഓൺലൈൻ ക്ലാസ്സസും നഴ്സിംഗ് കേട്ടില്ല പോകുന്നു. ഇപ്പം ജസ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ ഓൺലൈനിലാകുമ്പോൾ? മാത്രം ഇപ്പോൾ പഠിപ്പിക്കും. തിയറീസ് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആണല്ലോ മെയിൻ നിങ്ങളുടെ. ഡ്രം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡ്രമ്മർ ആയിട്ട് എനിക്ക് വരണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നിയത് എങ്ങനെയാ, എന്തുകൊണ്ടാ? മെയിൻലി പപ്പ ഒരു ഡ്രമ്മറാണ്. കഴിഞ്ഞ ലാസ്റ്റ് 4 years കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പപ്പ വായിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അതിലോട്ട് ഇൻവോൾവ് ആയിട്ടില്ല. പപ്പയാണോ അല്ലെ പപ്പ ഗുരുവാണോ? പപ്പയാണ് എല്ലാം പഠിപ്പിച്ചത്. ഞാൻ അങ്ങനെ പഠിക്കാനായിട്ട് പപ്പയായോണ്ട് പപ്പ എനിക്ക് ഇവിടുന്ന് പഠിക്കണ്ട, എനിക്ക് വേറെ ഒരു ഗുരു വേണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എല്ലാം പപ്പ തന്നെയാണ് പഠിപ്പിച്ചത്. നമുക്ക് പപ്പയോടൊന്ന് ചോദിക്കാം അല്ലേ? യെസ് പപ്പ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ ആഞ്ചല പറഞ്ഞു അച്ഛനാണ് പഠിപ്പിച്ചതും അല്ലെങ്കിൽ അച്ഛൻ വായിക്കുന്നത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ. താങ്കൾ എത്ര വർഷമായി ഈ ഒരു കരിയർ ചൂസ് ചെയ്തിട്ട്? ഒരു 35 വർഷത്തിൽ കൂടുതലായി. 35 വർഷം. ഓൺലി ഡ്രം മാത്രമേ അല്ലാതെ വേറെ ഇൻസ്ട്രുമെന്റ്സ്? പെർക്കഷൻ ആണ്. ഡ്രമ്മും തബല, തകില്, പെർക്കഷനിലുള്ള എല്ലാ നൃത്തം, പ്രോഗ്രാമിംഗ്. മോനും ഇതിലോട്ടുണ്ട്, എന്നാലും കൂടുതലും പഠിത്തത്തിലോട്ടാണ് ഞാൻ അങ്ങോട്ട് വിട്ടത്. ആണോ? ആര്? മോനോ? എന്താ അങ്ങനെ? അവിടെ എല്ലാം അറിയാം, പിന്നെ പെർഫോം ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. ആഞ്ചലിക്ക് വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്? നൃത്തം, പാഡ് വായിക്കും, ഡ്രം മാത്രം. ഓക്കെ. അമ്മയോ? അമ്മയുടെ പേര് പറയൂ. എന്റെ പേര് ഗീത. ഗീത പറയണ എത്ര തമാശയുള്ള പേരാണ്. എന്താ ഇത്ര ചിരിക്കുന്നത്? ഗീത ചേച്ചി എന്ത് ചെയ്യുന്നു? ഒരു വീട്ടമ്മയാണ്. നല്ല നല്ല ആഹാരം ഉണ്ടാക്കി ഇവർക്കൊക്കെ കൊടുക്കും, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഇവരിൽ ആരുടെ പാട്ട് കേൾക്കുമ്പോഴാണ് ഗീത ചേച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നാറ്? രണ്ടുപേരുടെ. അപ്പൊ മൂന്നാമതൊരാളുടെ? ഡ്രം എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റേജ് കിട്ടിയില്ല ഇതുവരെ. സ്റ്റേജ് കിട്ടിയില്ല. നമ്മുടെ കുട്ടിക്ക് സ്റ്റേജിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്, സ്റ്റേജ് കിട്ടിയില്ല. നമ്മൾ എന്തായാലും ഈ റെഡ് കാർപ്പറ്റിന്റെ സീസൺ 2 പുരുഷന്മാർക്ക് വേണ്ടി. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഓഡിഷൻ ഒന്നുമില്ലാതെ ഡയറക്റ്റ് സെലക്ഷൻ ആണ് കേട്ടോ. അപ്പൊ വരണം. അപ്പോഴേക്കും ഒരുപാട് വേദി കിട്ടുമായിരിക്കും. നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം അല്ലേ? പേര് പറയൂ, വേദി കിട്ടാത്ത ആ കലാകാരന്റെ പേര് പറയൂ. പേര് ആരോൺ. ആരോൺ. ഓക്കെ. ആരോൺ എങ്ങനെയാണ് അപ്പം ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങിയിരുന്നോ? പഠിക്കാനായിട്ട് അങ്ങനെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിലൊക്കെ പോയി, പിന്നെ സ്കൂൾ പഠിത്തമൊക്കെ ആയതുകൊണ്ട് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ്. അക്കാഡമിക് അതാണ് ഇഷ്ടം അല്ലേ? ഇപ്പൊ എന്ത് പഠിക്കുന്നു? ഇപ്പം ഫിസിയോതെറാപ്പി പഠിക്കുന്നു, ഫൈനൽ ഇയർ. മെഡിക്കൽ ആൻഡ് മ്യൂസിക് സൈമൾട്ടേനിയസ്ലി. വാവ്, ബ്യൂട്ടിഫുൾ. നന്നായി. അല്ല പഠിപ്പിച്ചാണോ? അങ്ങനെയല്ല, സ്റ്റേജ് ഫിയർ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് സ്റ്റേജ് ചാൻസ് കുറഞ്ഞത്. വായിക്കാൻ താല്പര്യമുണ്ട്, പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ സ്റ്റേജ് ഭയങ്കര പേടിയുണ്ട്. പേടിക്കരുത്, ഇത് തരുന്ന ഒരു വാത്സല്യം വേറെ എവിടെയും കിട്ടില്ല നമുക്ക്. ആ അറ്റൻഷൻ, ആ ഒരു ലവ്, ആ ഒരു കെയറിങ്, ആ ഒരു ലവ്, ചെരുപ്പും വിസിലും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം എന്തായാലും പേടിയൊക്കെ മാറ്റി വരൂ, നമുക്ക് ഒരുപാട് വേദികൾ തകർക്കണ്ടേ? യെസ്. സോ താങ്ക് യു ആഞ്ചല. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? നമുക്ക് പെർഫോമൻസ് കാണാം. ആ ഒരു തകർപ്പൻ പെർഫോമൻസിന് വേണ്ടി ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് എല്ലാവരും കാത്തിരിക്കുകയാണ്. All the best. Thank you. Good luck.
തകർത്തു. എന്താ പറയാ, ഭയങ്കര ചില സമയത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫോക്കിഷ് ടൈപ്പ് ഓഫ്, അങ്ങനെ ഒരു വേരിയേഷൻസ് നല്ല പോലെ ഉണ്ടായിരുന്നു ഈ പെർഫോമൻസിൽ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ശ്വേതാജി, ശ്വേതാജിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? പൊതുവെ ഇങ്ങനത്തെ ഒക്കെ പാട്ടും അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇൻസ്ട്രുമെന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുട്ടി സ്കൂളിലെല്ലാം കുറെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാം ഇടിച്ച് പൊടിക്കാൻ തോന്നും. യുനോ അത് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ചൂസ്? ഇത് ബേസിക്കലി നമ്മൾ ആണുങ്ങൾ ചെയ്യുന്നതാണ് കാണുന്നത്, ഇപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ ഒരു ഭയങ്കര ഒരു മെഡിറ്റേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഗോഡ് ബ്ലെസ് യു. ശ്വേതാജി, നമുക്കൊരു ചെറിയ മൊമെന്റോ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക ആഞ്ചലയ്ക്ക് നൽകാം. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് അഞ്ജലയ്ക്ക് റെഡ് കാർപ്പറ്റിന്റെ വക. God bless you. God bless you. All the best.